എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ ഇന്നത്തെ രാമായണ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മള് ഇവിടെ 25ാമത്തെ ദിവസം രാമായണ പാരായണം. യുദ്ധകാണ്ഡത്തിലെ രാവണ ശുക സംവാദം മുതൽ രാവണന്റെ പടപ്പുറപ്പാട് വരെയുള്ള ഭാഗമാണ് പാരായണം ചെയ്യുന്നവര് ശ്രീമതി ശ്രീദേവി ചന്ദ്രൻ, ശ്രീമതി വത്സല രാജശേഖരൻ, ശ്രീമതി പ്രസന്ന രാജഗോപാൽ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. രാവണ ശുക സംവാദം. പങ്ക്തിമുഖനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭിമാന വിരോധം വരുത്തിയാരോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവരാ ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധുതന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ. രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ട് ദൂതനവധ്യനയപ്പിനെന്നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനവവീരനനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടുകൊന്നുകിലല്ലായിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോന്നിരുന്നു കൊണ്ടു ഭവാൻ
പോരുമതിന്നു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടി പൊടുത്തെന്നു എന്നുള്ളിൽ വന്നിങ്ങു പുക്കോരു രോഷവുമാശു തീർത്തിടുവൻ. നക്തഞ്ചരകുല ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ നിന്നുടെ സോദരൻ തന്നോടുകൂടവേ. സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവപാലിതം. പർവ്വത സന്നിഭന്മാരായ വാനരർ ഉർവീകുലുങ്ങവേ ഗർജനവും ചെയ്ത് സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതില്ലിഹ സംഖ്യാവതാംവരനായ കുമാരനും കുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ധൃതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൽ പൊങ്ങിച്ച് കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി വന്യനന്ദനൻ അങ്കദനാകും ഇളയ രാജാവതിനങ്ങേത് പത്മകിഞ്ചൽക്ക സമപ്രഭൻ വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചുതച്ചിങ്ങനെ വാലിതൻ നന്ദനാദ്രി ശൃംഗോപമൻ. തൽപാർശ്വസീംനി നിൽക്കുന്നതു വാതജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക നന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനതിനങ്ങേത് ബോധമേറും വിശ്വകർമാവുതൻ മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരീശൂരനായിടും പ്രമാധി ശതബലി. സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ചൂരൻ ദതിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയും ഉണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക. വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസം മേധോ അസ്ഥിമൂത്ര മലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ. കന്ധജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാത്ത ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഘങ്ങൾ കൃതങ്ങളാകുന്നതും. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാൻ എന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം
ആത്മനീ തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സുഖരശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതു പ്രാപിച്ചിതാഹന്ത, പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ. പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം? ധന്യനായുള്ളവാനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ? ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാവരനദ്വയൻ സീതയെ രാമനു കൊണ്ട കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലാകിലാശു കീഴ്പോട്ടു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ല ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞത്, നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ. രാമ രാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും സത്സംഗമത്തോട്. രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നേടും അതിനില്ല സംശയം. ഇത്തം ശുഗവാക്യം അജ്ഞാനനാശനം ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കി ഉര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാലുണ്ട് കാരുണ്യം എനിക്കതുകൊണ്ട് ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു. മറയത്തു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ, കേട്ടു പൊറുപ്പാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം ബുക്കിരുന്നിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശുഗന്റെ പൂർവവൃദ്ധാന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേവീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാം. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസനിന്ദാപരനായ മരുവും ദശാന്തരെ നിർജര്യവൈരികുല ശ്രേഷ്ഠനാകിയ വജ്രദംശ്രൻ മഹാദുഷ്ട നിശാചരൻ. എന്തൊന്നു നല്ലു ശുകാപഹാരത്തിനെന്ന് അന്തരവും പാർത്തിരിക്കും വിധൗ കുംഭോത്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാനൊരു ദിവസം ബലാൽ. സംപൂജിതനാമഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനൗ കുംഭോത്ഭവേ തഥാ യാതുധാനാധിപൻ വജ്രദംശ്രാസുരൻ. ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുഗനോട് മന്ദഹാസാന്വിതം. ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടൂ. ചാകമാംസം വേണമല്ലോ, കറി മമത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുഗപത്നി വേഷം ധരിച്ചവൻ
ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തമ്പോടു തത്രൈവ വജ്രദംശ്രൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിന്നു കോപിച്ചു ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം ഇതജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം ശുഭോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പുകൊണ്ടു കണ്ടോരളവുൾ താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയമ്പതയാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനോ മതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാ വിധിതൻ മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം. സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേല് നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയാരായ സീമനി വെച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം. കേവലം നീയവനിഷ്ഠനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയേ ലങ്കാപുരാന്തികെ. നാലുപുറവും വളഞ്ഞിരിക്കുന്നോരു കാലമാവസ്ഥയറിഞ്ഞു വന്നിടുവൻ. നിന്നെ അയക്കും ദശാനനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണനാമാത്മ തത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. അശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹര. മാല്യവാന്റെ വാക്യം. ചാരനായൊരു ശുഗൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണമാതാവുതൻ പിതാഹിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനും ഇരുത്തി യഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതമാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണമനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നിതന്വഹം ചോരയും പെയ്യുന്നിതുഷ്ണമായത്രയും. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു. ദേവിയാം കാളിയും ഘോരദംശ്രാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. കോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു. രോഷാൽ നകുലങ്ങളോടു മൗവണ്ണമേ പന്നഗജാലൻ ഗരുഡനോടും തഥാ നിന്നെതിർത്തിയിടിനാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായേറ്റം കരാള വികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം. കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാപത്തിനുള്ളൊന്നിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്നിക്കുവൈകാതെ രാമനാകുന്നതു വിഷ്ണു നാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾകദ്വയനാം പരമാത്മാനമവ്യയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിധിയെ കടക്കുന്നിതു യോഗികൾ. ഭക്തി കൊണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക.
സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കുതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ, മാനവനായ കൃപണനാം രാമന മാനത്തെ മാനിപ്പതിനെന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തു പോയാലും ഇനി വേണ്ടുന്ന നാൾ താരത്തു ചൊല്ലി വിടുന്നതു നിർണയം. വൃദ്ധൻ ഭവാൻ അതിസ്നിഗ്ധനാം മിത്രമിതുക്തികൾ കേട്ടാൽ പൊറുത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ അമാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർധിനി കരേറിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധാരംഭം. വാനരാസേനയും കണ്ടകമേ ബഹുമാനവും കൈകൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീ ചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകൾ 20 പുത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന കണ്ടിച്ച നേരത്ത് രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്ത് നോക്കി നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കെ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ കുക്കടച്ചത്യന്ത ഭീത്യാ വസിക്കയില്ലത്ര നാം. പേരി മൃദംഗഴക്കാവണവാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ട്ര ഖര ഹരി ചാത്തൂര സൈരിപസ്യന്തന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂരേഷു ചാപപ്രാസ തോമര മുദ്ഗരയഷ്ടി ശക്തി ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജമം. യുദ്ധസന്നദ്ധരായുദ്ധതാബുദ്ധിയോൾ അബ്ദികൾ അദ്രികൾ ഉർവിയും ദർശനം ഉദ്ധൂതമായി ദോഷത്തിലോകത്തോളം. വജ്രഹസ്താശയിൽ പൂക്കാൻ പ്രഹസ്തനും വജ്രദംഷൻ തഥാ ദക്ഷിണദിക്കിലും ദുശ്യവാനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമത്യ ഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവദിഗ്ഗോപുരെ ബാലിതനയനും ദക്ഷിണഗോപുരെ വായുതനയനും പശ്ചിമഗോപുരെ മായാമനുഷ്യനാം ആദിനാരായണൻ. മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. ആയിരം കോടി മഹാകോടികളോടും 1000 അദ്ഭുതമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയകര പ്രളയങ്ങളിൽ ഇങ്ങനെ സംഖ്യകളോടു കലർന്നു കബീബലം. ലങ്കാപുരത്തെ വളഞ്ഞാരതീ ദുർഗം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുട്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാൻ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അദ്രചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ ഉർഗര പംക്തികൾ വിണ്ടിവാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ സാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനെന്ന് തഞ്ചരേന്ദ്രരും. ആർത്തി മുഴുത്തു ദശാസ്യൻ അവസ്ഥകൾ പേർത്തു അറിവതിനായ ചീടിനാൻ. ശാർദൂലനാദിയം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കപികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുർക്കടരോഷേണ കൊള്ളുവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാതിർബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം. എന്നവരും സുഖസാരണരെ പോലെ തന്നതു കേട്ടു ഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജ്ജിഹനുമായി
ദശകന്ധരൻ മൈഥിലി വാഴുമിടം പുക്കാൻ രാമശിരസ്സും ധനുസ്സുമിതെന്നുടൻ വാമാക്ഷി മുന്നിലമ്മാറു വെച്ചിടിനാൻ ആയോധനെ കൊന്നു കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കുന്ന ശാന്തരെ വന്നൊരു ദൂതൻ വിടവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നേടിനാൻ അന്നേരം വൈദേഹി തന്നോട് ചൊന്നാൻ ശരമിയും ഖേദമശേഷമകലെ കളകനി എല്ലാം ചതി എന്നു തേറിയിടിതൊക്കവേ നല്ലവണ്ണം വരും നാളുള്ളിൽ ഇനിയില്ലോ ഒരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസിനെ നിർണയം ഇത്തം സരസവാക്യം കേട്ടു ഇത്തം തെളിഞ്ഞിരുന്നിടിനാൻ സീതയും മംഗലാദേവത വല്ലഭാജ്ഞ വശാൽ അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലമ്മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായിൽ അത്തൽ കുണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇത്തമധിക്ഷേപ വാക്കുകൾ കേട്ടതിൽ ക്രുദ്ധനായോരു രാത്രിഞ്ചരവീരനും പുത്രാരിപുത്ര തനയനെ കൊൽകെന്നു നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനൻ ചെന്നു പിടിച്ചാർ നിശാചരവീരനും കൊന്നു തുഴറ്റിയെറിഞ്ഞൻ കവീന്ദ്രനും പിന്നെ അപ്രാസാദവും തകർത്തിടിനാൻ ഒന്ന് കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനങ്കദൻ പിന്നെ സുഷേണൻ കുമുദൻ നളൻഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുത്സുതൻ എന്നിവരാദിയാം വാനര വീരന്മാർ ചെന്നു തുഴന്നു പിടങ്ങും നിരത്തിനാൻ കല്ലും മലയും മരവും ധരിച്ചാച്ചു നില്ലുനെല്ലെന്നോ പറഞ്ഞടുക്കുന്നേരം ബാണതാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും ഇണ്ടിപാലങ്ങളും മുഖരാജാലവും ചക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോധനത്തിനടുത്താരക്കരും വാരണനാദവും വാചികനാദവും തേരുരുൾനാദവും ഞാനൊലീനാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി കുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂർന്നു മാറ്റൊഴിക്കൊണ്ടുതേ ജംഭാരി മുമ്പാം നിലംബരും കിന്നര കിംപുരുഷോരക മുഖ്യക സംഘവും ഗന്ധർവ സിദ്ധ വിദ്യാധരചാരണാദി അന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൻ തുങ്കനാമിന്ദ്രജിത്തേറ്റാനതോ നേരം അങ്കദൻ തന്നോട് അതിന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി തന്നെ കൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ജമ്പുമാലി നിശാചരൻ താരതി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു വൃത്രാരിയോട് വിഭീഷണ വീരനും നീലൻ നികുംഭനോടേറ്റാൻ തവനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാം രഘൂത്തമൻ തന്നോടു ലക്ഷധ്വജാഗ്നി ധ്വജാദികൾ 10 പേർ ദക്ഷണേ പോറ്റിയതു ബുക്കാൻ സുരാലയം വാനരന്മാർക്കൂജയം വന്നിതന്നേരം ഭാനുവും വാരിതു തന്നെ വീണീടിനാൻ ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാന്തേ മറഞ്ഞിടിനാൻ നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതുകഥ രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കുട്ടിച്ചു മേടിച്ചു എന്നു ലങ്കാപുരം തന്നെ മേവീടിനാൻ താപസ വൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ഹാ ഹാ വിഷാദേന ദുഃഖവിഷണരായി മോഹിതന്മാരായി മരുകുന്ദശാന്തരെ സപ്തദ്വീപങ്ങളും സപ്താണവങ്ങളും സപ്താജലങ്ങളും ക്ഷോഭമാമണ്ണം സപ്താശ്വകോടി തേജോമയനായി
സുവർണാദ്രി പോലെ ഭവനാശനനാശനൻ അബ്ധിതോയം ദ്വിധാ വിദ്വാ സ്വപക്ഷം സ്വപക്ഷയുഗ്മോ ധൃത ലോകത്രയോത്തോടി അതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിടിനാൻ. നാഗാസ്ത്രബന്ധനം തീർന്നിതു തക്ഷണേ ശാഖാമൃഗങ്ങളും അത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ ഭക്ഷിപ്രവരൻ ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ. ൂപ്പിത്തൊഴുതനുവാദവും കൈകൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ ദർശനം. മുന്നേതിലും ബലവീര്യവേഗത്താൽ മുന്നേതിലും ബലവീര്യവേഗങ്ങൾ കൊണ്ടൻ ഉന്നതന്മാരാം കവീവരന്മാരെല്ലാം മന്നവൻ തൻ യോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാൻ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം ബുക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരും എന്തോരു വിസ്മയം നന്നത്രയുമെന്നേ പറയാം. ചെന്നറിഞ്ഞിരുവിനെന്തോരു ഘോഷമിതെന്നു ദശാനനൻ ചെന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് തുനിലൻ. വൃത്താന്തമുക്കവേ വീര്യബലവേഗ വിക്രമം കൈകൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അലാദവും കൈകൊണ്ടു ഭിത്തി തന്നുത്തമാംഗത്തിൻ വേണിക്കുന്നു. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുക ആണുങ്ങളെങ്കിലെന്നോർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസനും പൂർവേന ചൊല്ലിനാൻ. മാനവന്മാരെയുമേടെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിരുവൻ. ഭോഗധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരികവേ. ഇത്തമനുഗ്രഹം ചെയ്ത യച്ചാനധികൃതനാം ധൂമ്രാക്ഷണം നടന്നിടിനാൻ. ഉച്ചസ്ഥിരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. ആരതിയോടെതിർത്താൻ അവനും ചെന്നു ദാരുണമായിതു യുദ്ധവും എത്രയും. വേലസീവന്മഴോകുന്തം ചരാസനം ശൂലം മുസലം പരിക ഗതാദികൾ കൈകൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസ വീരരും കല്ലും മരവും മലയുമായി പർവ്വതതുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു കുരുതു മരിച്ചിത് ഒട്ടു അങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയോ മാറായൊഴുകി പലവഴി ശൂരപ്രവരനം മാരുതി ദക്ഷണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടുത്തെടുത്താൻ ഒന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശോകതയോം എടുത്തുടൻ വാരിലമ്മാർ ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരരെ ഒടുക്കിത്തുടങ്ങിനാനത്തി മുഴുത്തു കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയെ പാരം വളർന്നോടു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറുകൊണ്ടുംബർപുരത്തിങ്കൽ ധൂമ്രാക്ഷനും ഏറുകൊണ്ട് അമ്പർപുരത്തിങ്കമാകുന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പുക്കിതു പോഷിച്ചതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരിപ്രവരൻ മഹാപരൻ വജ്രതന്ത്രം തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാനരന്മാരെ അഭിമാനകീർത്തിയാവരികെന്ന് അയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ചക്രാത്മജാത്മജനോട് എതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാധൃത്യൻ കവികളോടേറ്റു മഹാവരൻ. വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചതു മഹാരനെ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പഴ നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിച്ചു പലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലൻ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ വാളും പതിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടും അയച്ചാനതൂ നേരം. കമ്പമുണ്ടായതു മേദിനിക്കന്നേരം ദുഷ്യവാനാരിപ്രവരൻ അകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ.
വായു തനയനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേലിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരംഭയം വെറുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമാ രാമദേശാന്തം കുബേരാചലോപരി. വാനരാസേന പരന്നതും കോട്ടകളൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ട് വെടികുന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീയറിഞ്ഞിലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലെന്നു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷ വാനരന്മാരെ ഒഴുക്കുവാൻ. പോകുന്നതാരെന്നു ചൊല്ലുന്നു കേട്ടവൻ പോകുന്നിതെന്നു ഞാൻ എന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 മുലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജമ്പാരിവൈരിയും വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളോരു മന്ത്രികൾ 4 ഇങ്ങനെ വൻപടയോടും നടന്നിരു. ദുർനിമിത്തങ്ങളുണ്ടായതു കണ്ടവർ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാചരം കൊണ്ടു യക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാൻ. ചക്രഖഡ്ഗ പ്രാസശക്തി ശാസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാമ്പവൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ ഇലനോടേറ്റുടൻ യുദ്ധം ചെയ്തു കാലാപുരി ബുക്കിരുന്നൂടിനാൻ. സേനാപതിയും പടയും മരിച്ചതോ മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. അങ്ങനെ നമ്മുടെ 25ാമത്തെ ദിവസത്തെ പാരായണം നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. വളരെ സന്തോഷം. പിന്നെ ഇന്ന് വായിച്ച ഭാഗങ്ങളില് ശുഗസംവാദം, ശുഗൻ രാവണന്റെ ചാരനായിട്ടുള്ള ആളാണ്. അപ്പൊ അവിടെ രാമന്റെ അടുത്ത് ചെല്ലാണ്. മർക്കട രൂപം ധരിച്ചിട്ടാണ്. അപ്പൊ എപ്പോഴും അങ്ങനെയാണല്ലോ, വേഷം മാറിയിട്ടാണ് അപകടങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതൊക്കെ അവിടെ മനസ്സിലാവും. നമ്മുടെ നാരായണീയത്തിലും ഇതൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്, വേഷം മാറി വരുന്നതൊക്കെ. അപ്പൊ അവിടെ ഒരു സംഭാഷണം നടക്കും. പിന്നെ അവിടെ തിരിച്ചു വന്നിട്ട് രാവണന് അത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ശരിക്ക് അദ്ദേഹം മനസ്സിലാക്കി രാമന്റെ ശക്തിയും വാനരസേനയുടെ ബലവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ശുഗൻ വന്ന് പറയാണ്, സീതയെ കൊടുക്കുകയാണ് നല്ലത്. അപ്പൊ ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള കാര്യങ്ങള് ശുഗൻ പറഞ്ഞു. പിന്നെ കൂടാതെ മാല്യവാൻ രാവണന്റെ മുത്തച്ഛനാണ്, രാവണന്റെ അമ്മയുടെ അച്ഛൻ. അപ്പോ പ്രായമായവര് പറയുന്നത് അനുസരിക്കുക എന്നൊക്കെ ഉള്ളത് സംസ്കാരത്തിന് ചേർന്ന സംഗതികളാണ്. അപ്പൊ അതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ മാല്യവാൻ പറയുന്നത് വംശരക്ഷാർത്ഥം. അപ്പോ രാമന്റെ ശക്തി അത്രയും അദ്ദേഹം മനസ്സിലാക്കി. അപ്പോ രാക്ഷസ വംശം മുഴുവനായിട്ട് തന്നെ നശിക്കും എന്ന് ആ മുത്തച്ഛൻ മനസ്സിലാക്കാണ്. അപ്പൊ യുദ്ധങ്ങള് എപ്പോഴും നഷ്ടങ്ങളെ ഉണ്ടാക്കുള്ളൂ. യുദ്ധത്തിൽ നിന്ന് ഒരു വിഭാഗത്തിന് ജയമുണ്ടായാലും പല നഷ്ടങ്ങളും യുദ്ധം കൊണ്ട് സംഭവിക്കും. ഇന്നും ലോകത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ യുദ്ധം ഒരു പരിഹാരമല്ല. പരിഹാരം ഒരു കൂട്ടരുടെ അല്ലെങ്കിൽ എന്തോ ചെറിയ ഒരു അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട്, ഓരോരുത്തരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഓരോ രാജ്യങ്ങളുടെ, അങ്ങനെയൊക്കെയാണല്ലോ ഇന്നും നടക്കുന്നത്. അത് തന്നെയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ആ കോപത്തില് അല്ലെങ്കിൽ ആ അഹങ്കാരത്തിൽ ഇരിക്കുന്ന ഒരാളോട് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്താലൊന്നും ഏശില്ല. അങ്ങനെയാണല്ലോ. ഇപ്പൊ രാവണനൊന്നും മനസ്സിലായില്ല. പിന്നീട് യുദ്ധം തുടങ്ങുകയാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോ യുദ്ധം
എപ്പോഴും യുദ്ധം വേണ്ട. ഇവിടെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഏത് വിധത്തിലായാലും ധർമ്മത്തിന് തന്നെയാണ് ജയം ഉണ്ടാവുള്ളൂ. വളരെ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് ഓരോ ഭാഗങ്ങളിൽ നിന്നും, രാമായണത്തിന്റെ ഓരോ ഭാഗം വായിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത്. കഴിയുന്നത്ര നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളതും ഒരു സന്തോഷം. അങ്ങനെ ഇന്നത്തെ പാരായണവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.